ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രിസിഡൻസ് ഓഫ് ക്വാണ്ടിഫയേഴ്സ് ആണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ സെഷനിൽ പഠിച്ചപ്പോൾ നമ്മൾ കുറേ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചു. നെഗേഷനുണ്ട്, കൺജൻഷനുണ്ട്, ഡിസ്ജൻഷനുണ്ട്, ഇംപ്ലിക്കേഷൻ, ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെല്ലാം ഒരു പ്രിസിഡൻസ് ഉണ്ട്. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മൾ അതിലേതാണ് പ്രിസിഡൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് നമ്മുടെ ക്വാണ്ടിഫയേഴ്സിൻ്റെ കേസിലാണ്. ക്വാണ്ടിഫയേഴ്സ് നമ്മൾ മെയിനായിട്ട് രണ്ടെണ്ണമാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫോർ ഓൾ എക്സും ഉണ്ട്, ദെയർ എക്സിസ്റ്റും ഉണ്ട്. അതിൽ ഫോർ ഓളും ദെയർ എക്സിസ്റ്റിനും ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സിനേക്കാളും പ്രിസിഡൻസ് ഉണ്ട്. അതായത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് ബാക്കി ഓപ്പറേഷൻ അതിൻ്റെ കൂടെ പറയുവാണെങ്കിൽ നമ്മളവിടെ ബ്രാക്കറ്റ് ഇടേണ്ട കാര്യമില്ല. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ആണ് ആദ്യം വരുന്നതെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പം ദെയർ എക്സിസ്റ്റിനും അതെ ഫോർ ഓളിനും അതെ ബാക്കി ഓപ്പറേറ്റേഴ്സിനേക്കാളും മുൻഗണന അതിനുണ്ട്. നമ്മൾ ആ ഒരു ഓപ്പറേഷൻ നമ്മൾ ബ്രാക്കറ്റ് ഇടാതെ യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മീനിങ് അതാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടത്. അതിനൊരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് കൺജൻഷൻ ക്യൂ ഓഫ് എക്സ് നൊട്ടേഷൻ കൊടുത്താൽ അതിൻ്റെ മീനിങ് എന്താണ്? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് കൺജൻഷൻ യു ഓഫ് എക്സ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഡിസ്റ്റൻഷൻ കണ്ടീഷനാണ്, ഡിസ്റ്റൻഷനാണ് എക്സാമ്പിൾ തന്നേക്കുന്നത്. അപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഓർ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുമ്പം അവിടെ ഫോർ ഓൾ എക്സിനും പി ഓഫ് എക്സിനും ബ്രാക്കറ്റ് ഇട്ടെങ്കിലും അവിടെ ആദ്യം ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ആണ്. ആ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഓർ ക്യൂ ഓഫ് എക്സ് ആണ് അവിടെ വരുന്നത്. ആ ഫോർ ഓൾ എക്സിനാണ് അവിടെ കൺജൻഷനേക്കാൾ അല്ലെങ്കിൽ ഡിസ്ജൻഷനേക്കാളും അവിടെ മുൻഗണന വരുന്നതെന്നുള്ളതാണ് അവിടെ തന്നേക്കുന്നത്. പിന്നെയുള്ള ബൈൻഡിങ് വേരിയബിളിൻ്റെ കേസാണ് അടുത്ത നോട്ട് തന്നേക്കുന്നത്. അപ്പം ബൈൻഡിങ് വേരിയബിൾ, അതായത് നമ്മളൊരു ഡൊമൈനിൽ നമ്മളൊരു ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് നമ്മൾ പറയുമ്പം ആ പി ഓഫ് എക്സ് മാത്രം ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ആ എക്സ് പി ഓഫ് എക്സിൻ്റെ വാല്യൂസ് എടുക്കുന്നതനുസരിച്ച് എക്സ് മാറും. പക്ഷേ വേറൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ഫോർ ഓൾ എക്സ് നമ്മളിപ്പോൾ പറയുവാണ്. ഫോർ എക്സാമ്പിൾ ഫോർ ഓൾ എക്സ് ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുവാണെങ്കിൽ ഫോർ ഓൾ എക്സ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് നമ്മൾ പറയാം. ഫോർ ഓൾ എക്സ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് നമ്മൾ പറയുമ്പം അവിടെ ആ എക്സ് മാത്രമേ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1ൻ്റെ അകത്ത് ഫോർ ഓൾ എക്സ് എന്നുള്ള ആ നൊട്ടേഷൻ ഫോർ ഓൾ എക്സ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുമ്പം ആ എക്സിന് എന്നുള്ള വേരിയബിളിനെ മാത്രമേ ആ ഫോർ ഓൾ എക്സ് വരുന്നുള്ളൂ. വൈക്ക് ആ ഫോർ ഓൾ എക്സ് എന്നുള്ള ആ ക്വാണ്ടിഫയർ ഫോർ ഓൾ എന്നുള്ള ക്വാണ്ടിഫയർ വൈയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഫോർ ഓൾ എക്സ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ ഓൾ എക്സ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ വൈയെ അത് ബൈൻഡ് ചെയ്യുന്നില്ല. ഫോർ ഓൾ എന്നുള്ളത് വൈ അതിന് ഫ്രീ ആണ്. വൈ ആ ക്വാണ്ടിഫയറിൽ നിന്ന് ഫ്രീ ആണ്. എക്സിനെ മാത്രമേ അത് ബൈൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മളൊരു ക്വാണ്ടിഫയർ യൂസ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ആ ബൗണ്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫോർ ഓൾ എക്സ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1ൻ്റെ അകത്താണെങ്കിൽ ആ എക്സ് ഫോർ ഓൾ എക്സ് ബ്രാക്കറ്റിലാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. അപ്പോൾ ആ എക്സ് മാത്രമേ ആ ക്വാണ്ടിഫയറിനെ വെച്ച് ബൗണ്ട് ചെയ്തിട്ടുള്ളൂ. വൈ എവിടെ ഫ്രീ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഏത് വേരിയബിളിൽ വെച്ചിട്ടാണോ നമ്മൾ പറയുന്നത് ആ വേരിയബിൾ മാത്രമേ ആക്ച്വലി അത് ബൈൻഡ് ചെയ്യുന്നുള്ളൂ. മറ്റേ വേരിയബിൾ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ പറയും അത് ഫ്രീ ആണെന്ന് നമ്മൾ പറയും. പിന്നെ പറയുന്നത് സ്കോപ്പ് ഓഫ് ദി ക്വാണ്ടിഫയർ. നമ്മൾ വലിയൊരു ലോജിക്കൽ എക്സ്പ്രഷൻ എഴുതി അതിൻ്റെ അകത്ത് ആ ക്വാണ്ടിഫയർ യൂസ് ചെയ്യുന്ന പാർട്ടി മാത്രമേ ആ ക്വാണ്ടിഫയറിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഡിസ്റ്റൻഷൻ ക്യൂ ഓഫ് എക്സ് പറയുമ്പോൾ ആ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സിന് മാത്രമേ ആ ക്വാണ്ടിഫയർ യൂസ് ചെയ്യുന്നുള്ളൂ. ക്യൂ ഓഫ് എക്സിൻ്റെ കേസിൽ ക്വാണ്ടിഫയർ ഇല്ല. അപ്പോൾ നമ്മൾ പറയാം ഫ്രീ ഓഫ് ദി ക്യൂ ഓഫ് എക്സ് ഈസ് ഫ്രീ ഓഫ് ദി അല്ലെങ്കിൽ ഈസ് ഔട്ട്സൈഡ് ദി സ്കോപ്പ് ഓഫ് ദി ക്വാണ്ടിഫയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഓർ ക്യൂ ഓഫ് എക്സ് നമ്മൾ പറയുമ്പം ആ പി ഓഫ് എക്സ് മാത്രമേ ക്വാണ്ടിഫയർ വെച്ചിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ളൂ. ക്യൂ ഓഫ് എക്സ് ക്വാണ്ടിഫയറിൽ നിന്ന് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലോജിക്കൽ എക്സ്പ്രഷൻ്റെ അകത്ത് ഏത് ക്വാണ്ടിഫയർ അപ്ലൈ ചെയ്യുന്ന പാർട്ടിന് അവിടെ നമ്മൾ സ്കോപ്പ് ഓഫ് ദി ക്വാണ്ടിഫയർ എന്ന് പറയും. ബാക്കി പോർഷന് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ദി ക്വാണ്ടിഫയർ ആണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോജിക്കൽ ഇക്വലൻസ് ഇൻവോൾവിങ് ക്വാണ്ടിഫയേഴ്സ് എന്നുള്ളതാണ്. ഇതിൻ്റെ ബൈൻഡിങ്ങിൻ്റെ ഒക്കെ എക്സാമ്പിൾസും കൂടെ ഒരുമിച്ച് നോട്ട് തരാം. അപ്പോൾ നമ്മൾ ലോജിക്കൽ ഇക്വലൻസ് ഇൻവോൾവിങ് ക്വാണ്ടിഫയർ, അപ്പോൾ ക്വാണ്ടിഫയേഴ്സ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകളിലെ ലോജിക്കൽ ഇക്വലൻസ് എങ്ങനെ നോക്കാം. അപ്പോൾ മറ്റോടത്ത് നമ്മൾ പറഞ്ഞു ട്രൂത്ത് നമ്മളിപ്പം പി ആൻഡ് ക്യൂ അല്ലേ, പി ആൻഡ് ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ഇക്വലൻ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ലോജിക്കലി ഈക്വൽ, ഇപ്പോൾ നമുക്കറിയാം നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ എന്നൊക്കെ നമ്മൾ അത് രണ്ട് ലോജിക്കലി ഇക്വലൻ്റ് എന്നൊക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ രണ്ടിനും ഒരേ ട്രൂത്ത് വാല്യൂസ് ആണെന്ന് കാണിച്ചാൽ മതിയായിരുന്നു. ഇവിടെ നമുക്ക് ക്വാണ്ടിഫയേഴ്സും കൂടെ ഉൾപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് എങ്കിൽ അതെങ്ങനെ ലോജിക്കലി ഈക്വലൻ്റ് ആണെന്ന് പറയാം. അപ്പം ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുമ്പോൾ പ്രെഡിക്കേറ്റ്സിലാണ് നമ്മൾ ക്വാണ്ടിഫയേഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ
പ്രെഡിക്കേറ്റ്സ് മാറിയാലും പി ഓഫ് എക്സ്, ഇപ്പോൾ നമ്മൾ രണ്ട് പ്രെഡിക്കേറ്റ്സ് പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും, അതിൽ നമ്മൾ ക്വാണ്ടിഫൈസ് വെച്ചിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുവാണെങ്കിൽ അത് വേറൊരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഈക്വലൻ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രെഡിക്കേറ്റ് എടുത്താലും എന്ത് ഡൊമെയിൻ എടുത്താലും ഈ രണ്ടിനും, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിനും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനും ഒരേ ട്രൂത്ത് വാല്യൂസ് ആണ്. രണ്ടും ഒരുമിച്ച് ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ട്രൂ ആകുമ്പോൾ മറ്റേതും ട്രൂ ആണ്, മറ്റേത് ട്രൂ ആകുമ്പോൾ ഇതും ട്രൂ ആണ്. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ലോജിക്കലി ഈക്വലൻ്റ് എന്ന് പറയാൻ പറ്റും. അപ്പം ലോജിക്കലി ഈക്വലൻ്റ് ആണ്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ലോജിക്കലി ഈക്വലൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി, ക്വാണ്ടിഫയേഴ്സ് ഉള്ളത് കാണിക്കാൻ വേണ്ടി നമ്മൾ 3 വര ഈക്വലൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി, എസ് ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, ടി വേറൊരു ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് എങ്കിൽ അത് ഈക്വലൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എസ് പിന്നെ 3 വര ടി അങ്ങനെയാണ് ചെയ്യുന്നത്. ലോജിക്കലി അത് എസ് ഈസ് ലോജിക്കലി ഈക്വലൻ്റ് ടു ടി എന്നാണ് വായിക്കുന്നത്. ഇനി നമുക്കുള്ളത് ഒരു ക്വാണ്ടിഫൈഡ് എക്സ്പ്രഷനെ എങ്ങനെ നെഗേറ്റ് ചെയ്യാം. നെഗേറ്റിംഗ് ക്വാണ്ടിഫൈഡ് എക്സ്പ്രഷൻ, അതായത് നമ്മൾ ഫോർ ഓളും ദെയർ എക്സിസ്റ്റും ഒക്കെ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ എങ്ങനെ കാണാം. അത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ, എവരി സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ്. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും കാൽക്കുലസ് എന്നുള്ള കോഴ്സ് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രെഡിക്കേറ്റ് ആയിട്ട് എക്സ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി എന്താ, എല്ലാ സ്റ്റുഡൻസും കാൽക്കുലസ് എന്നുള്ള കോഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നുള്ള അതിൻ്റെ മീനിങ്, ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും കാൽക്കുലസ് എന്നുള്ളത് എടുത്തിട്ടുണ്ട്. ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ് എന്നുള്ളതാണ്. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ് ആൻഡ് എക്സ് എന്ന് പറയുന്നത് എന്താ, ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാം. അതിന് നെഗേഷൻ എന്താണെന്ന് നമ്മൾ ചോദിക്കുക. അതായത് എവരി സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് നോട്ട് ദ കേസ്. നെഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എവരി സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ്. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എവരി സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹാസ് ടേക്കൺ ദ കോഴ്സ് കാൽക്കുലസ്. അപ്പം നോട്ട് ദ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എവരി സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹാസ് ടേക്കൺ ദ കോഴ്സ് കാൽക്കുലസിൻ്റെ നെഗേഷനാണ്. അപ്പം ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എവരി സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹാസ് ടേക്കൺ ദ കോഴ്സ് കാൽക്കുലസ് എന്ന് പറയുമ്പം ഒരാളെങ്കിലും കാൽക്കുലസ് എടുത്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ എവരി സ്റ്റുഡൻറ്റിനെ അത് നെഗേറ്റ് ചെയ്ത്. എല്ലാ സ്റ്റുഡൻസും കാൽക്കുലസ് എടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എവരി സ്റ്റുഡൻറ്റ് ഹാസ് ടേക്കൺ ദ കോഴ്സ് കാൽക്കുലസ്. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എവരി സ്റ്റുഡൻറ്റ് ഹാസ് ടേക്കൺ ദ കോഴ്സ് കാൽക്കുലസ് എന്ന് പറയുമ്പം ഒരാളെങ്കിലും എടുക്കാത്തത് കൊണ്ടാണല്ലോ ആ കേസ് നമുക്ക് ഇറ്റ് ഈസ് നോട്ട് ദ കേസ് എന്ന് പറയേണ്ടി വന്നത്. അപ്പം എവരി സ്റ്റുഡൻറ്റ് ഹാസ് ടേക്കൺ ദ കോഴ്സ് കാൽക്കുലസിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരാളെങ്കിലും കോഴ്സ് കാൽക്കുലസ് എടുത്തിട്ടില്ല. അപ്പം ദെയർ എക്സിസ്റ്റ് എ സ്റ്റുഡൻറ്റ് വിച്ച് ഹാസ് നോട്ട് ടേക്കൺ ദ കോഴ്സ് കാൽക്കുലസ്. അപ്പം എന്താണ്, ദെയർ എക്സിസ്റ്റ് ആൻഡ് സ്റ്റുഡൻറ്റ്, ദെയർ എക്സിസ്റ്റ് എ സ്റ്റുഡൻറ്റ് such that she has not taken the course calculus. അതിൻ്റെ മീനിങ് എന്താണ്, ഒരാളെങ്കിലും കാൽക്കുലസ് എടുക്കാത്തത് ഉണ്ട്. അപ്പം there exist a student which has not taken the course calculus. അപ്പോൾ പി ഓഫ് എക്സ് നമ്മൾ എക്സ് ഹാസ് ടേക്കൺ ദ കോഴ്സ് കാൽക്കുലസ് എന്ന് എടുത്താൽ there exist എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് നമുക്ക് പറയാമല്ലേ. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തേക്കുന്നത് എക്സ് ഹാസ് ടേക്കൺ ദ കോഴ്സ് കാൽക്കുലസ്. അപ്പം ഒരാളെങ്കിലും ഈ കോഴ്സ് എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് പറയാം there exist നെഗേഷൻ പി ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ എടുത്തത് എന്തായിരുന്നു, എവരി സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹാസ് ടേക്കൺ ദ കോഴ്സ് കാൽക്കുലസ് നമ്മൾ എടുത്തു. അപ്പോൾ അതിൻ്റെ മീനിങ് അത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ആയിരുന്നു. അതായിരുന്നു നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് വേണ്ടത് അതിൻ്റെ നെഗേഷനാണ്. അതിൻ്റെ നെഗേഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എവരി സ്റ്റുഡൻറ്റ്, എല്ലാവരും എടുത്തിട്ടില്ല എന്നുള്ളതാണ് കേസ്. എല്ലാവരും എടുത്തിട്ടില്ല എന്നുള്ളതാണ് കേസ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, ഒരാളെങ്കിലും എടുത്തിട്ട് കാണുകയില്ല. എടുക്കാത്തതായിട്ട് ഒരാളെങ്കിലും കാണും. അതുകൊണ്ടാണല്ലോ അത് നെഗേറ്റ് ചെയ്ത്. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എവരി സ്റ്റുഡൻറ്റ്, എല്ലാവരും എടുത്തു എന്ന് പറയുന്നതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എടുക്കാത്ത ഒരാളെങ്കിലും കാണും. എടുക്കാത്ത ഒരാളെങ്കിലും കാണും, ഒരാളെങ്കിലും എന്നല്ലേ അവിടെ പറയുന്നത്. അപ്പം there exist. അപ്പം ഇല്ലാത്തത് എന്ന് പറയുമ്പം നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ്. അപ്പം ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, there exist എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. അപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് നെഗേഷൻ എന്ന് പറയുന്നത് എന്താ, അപ്പം നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് there exist എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ആയിട്ട് മാറി. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് there exist നെഗേഷൻ പി ഓഫ് എക്സ് ആയിട്ട് മാറുന്നു. അതാണ് അവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ കാര്യം.
അപ്പം നമുക്ക് നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ദെയർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ആണ് കിട്ടും. അപ്പോൾ അത് രണ്ട് ലോജിക്കൽ ഇക്വലൻ്റ് ആണ് കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 3 വര വരച്ചേക്കുന്നത്. അപ്പോൾ അത് ലോജിക്കൽ ഇക്വലൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലോജിക്കൽ ഇക്വലൻ്റ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ലോജിക്കൽ ഇക്വലൻ്റ് ആണ് എങ്കിൽ നമ്മൾ ഏതൊക്കെ ട്രൂത്ത് വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് ട്രൂത്ത് വാല്യൂ മറ്റേതിനും സെയിം ആയിരിക്കണം. രണ്ടിനും ഒരേപോലെ കിട്ടിയെങ്കിൽ മാത്രം നമുക്കത് ലോജിക്കലി ഇവിടുത്തേന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെയും സെയിം ട്രൂത്ത് വാല്യൂ കിട്ടണം. അപ്പോൾ നമ്മൾ നോക്കുക, നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ ആവുന്നത് എപ്പോഴാണ്? നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആയിരിക്കണം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ എഴുതി കാണിച്ചേക്കാതെ. അപ്പോൾ അത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആയിരിക്കണം. അപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പി ഓഫ് എക്സ് ട്രൂ അല്ല. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് പി ഓഫ് എക്സ് ഫോൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദെയർ എക്സിസ്റ്റ് എ പി ഓഫ് എക്സ്, ദെയർ എക്സിസ്റ്റ് ആൻഡ് എക്സ് ഫോർ വിച്ച് പി ഓഫ് എക്സ് ഈസ് ഫോൾസ്. അതിൻ്റെ മീനിങ് എന്താണ്? ദെയർ എക്സിസ്റ്റ് ആൻഡ് എക്സ് ഫോർ വിച്ച് പി ഓഫ് എക്സ് ഈസ് ഫോൾസ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഒരു പി ഓഫ് എക്സ് എങ്കിലും ഫോൾസ് ഉള്ളതുണ്ട്. ഒരു പി ഓഫ് എക്സ് എങ്കിലും, അതായത് നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് ട്രൂ ഉള്ള ഒരെണ്ണമെങ്കിലും ഉണ്ട്. ഒരു നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് ട്രൂ ഉള്ള ഒരെണ്ണമെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് കിട്ടും. നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് ട്രൂ ഉള്ള ഒരെണ്ണമെങ്കിലും ഉണ്ട്. അതിൻ്റെ മീനിങ് എന്താ? ദെയർ എക്സിസ്റ്റ് നെഗേഷൻ പി ഓഫ് എക്സ് ട്രൂ ആണ്. അപ്പോൾ നമുക്ക് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് ദെയർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ആണ് പറയാൻ പറ്റും. ഇതേപോലെ തന്നെ സിമിലറായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ഫോർ ഓളിൻ്റെ നെഗേഷൻ പറഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ദെയർ എക്സിസ്റ്റിൻ്റെ നെഗേഷനും പറയാൻ പറ്റും. ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സിൻ്റെ നെഗേഷൻ എന്താണ്? അപ്പോൾ നമ്മൾ ദെയർ എക്സിസ്റ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ദെയർ ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ് ഹു ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ്. ഒരു സ്റ്റുഡൻറ്റ് ഉണ്ട് ഈ കാൽക്കുലസ് എടുത്തത്. അതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റുഡൻറ്റ് പോലും ഇല്ല എന്നുള്ളതല്ലേ. നമ്മൾ ദെയർ ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ് ഹു ഹാസ് ടേക്കൺ ദ കാൽക്കുലസ്, അതിനെ നമ്മൾ ക്യൂ ഓഫ് എക്സ് എന്ന് വിളിക്കുക. എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ് എക്സ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ് എന്നുള്ളത് നമ്മൾ ദെയർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് നമുക്ക് വിളിക്കാം. അപ്പോൾ എക്സ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ് ഉള്ള ഒരു സ്റ്റുഡൻറ്റ് എക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദെയർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സിൻ്റെ നെഗേഷൻ അല്ലേ. അപ്പോൾ അത് വരുന്നത് ദെയർ ഈസ് എ സ്റ്റുഡൻറ്റിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ It is not the case that there is a student in this class who has taken the course in calculus. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റുഡൻറ്റ് പോലും ഈ കാൽക്കുലസ് എന്നുള്ള കോഴ്സ് എടുത്തിട്ടില്ല. ദെയർ ഈസ് എ സ്റ്റുഡൻറ്റ് ഹു ഹാസ് ടേക്കൻ കാൽക്കുലസ് നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ദെയർ ഈസ് എ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പം ഒരു സ്റ്റുഡൻറ്റ് പോലും കാൽക്കുലസ് എടുത്തിട്ടില്ല. അപ്പോൾ കാൽക്കുലസ് എടുത്ത ഒരു സ്റ്റുഡൻറ്റ് പോലും ഇല്ല. അപ്പോൾ ഓൾ സ്റ്റുഡൻസ് ഹാസ് ടേക്കൺ നോട്ട് കാൽക്കുലസ്, അല്ലേ? കാൽക്കുലസ് എടുത്ത ഒരു സ്റ്റുഡൻറ്റ് പോലും ഇല്ല. അപ്പോൾ എവരി സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ് ഹാസ് നോട്ട് ടേക്കൺ കാൽക്കുലസ് എന്നാണ്. അപ്പോൾ ഫോർ ഓൾ എക്സ് സ്റ്റുഡൻസ് കാൽക്കുലസ് എടുത്തില്ല. അപ്പം നെഗേഷൻ ക്യൂ എക്സ് അല്ലേ വരുന്നത്. അപ്പം നമുക്ക് പറയാം നെഗേഷൻ ഓഫ് ദെയർ എക്സിസ്റ്റ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫോർ ഓൾ എക്സ് നെഗേഷൻ ക്യൂ ഓഫ് എക്സ് ആണ്. കാരണം ദെയർ ഈസ് എ സ്റ്റുഡൻറ്റ് ഹു ഹാസ് ടേക്കൺ കാൽക്കുലസ് നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് പോലും കാൽക്കുലസ് എടുത്തിട്ടില്ലെന്നാണ് വരുന്നത്. അപ്പോൾ അത് ഒരു സ്റ്റുഡൻറ്റ് പോലും കാൽക്കുലസ് എടുത്തതെന്ന് പറഞ്ഞാൽ ഓൾ സ്റ്റുഡൻസ് ഹാസ് നോട്ട് ടേക്കൺ കാൽക്കുലസ്. അപ്പോൾ അത് ഫോർ ഓൾ എക്സ് നെഗേഷൻ ക്യൂ എക്സ് എക്സ് ആണ്. അപ്പോൾ ഈ മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ഇതെങ്ങനെ ട്രൂ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നെഗേഷൻ ഓഫ് ദെയർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് മറ്റേ ഫോർ ഓൾ എക്സ് നെഗേഷൻ ക്യൂ ഓഫ് എക്സും ട്രൂ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം നെഗേഷൻ ഓഫ് ദെയർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് ട്രൂ വരുന്നത് എപ്പോഴാണ്? നെഗേഷൻ ഓഫ് ദെയർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് ട്രൂ വരുന്നത് ദെയർ എക്സിസ്റ്റ് ക്യൂ ഓഫ് എക്സ് ഫോൾസ് വരുമ്പോഴാണല്ലോ. അപ്പം നെഗേഷൻ ഓഫ് ദെയർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് ട്രൂ വരുന്നത് ദെയർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് ഫോൾസ് വരുന്നത്. ഇനി ദെയർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് ഫോൾസ് വരുന്നത് എപ്പോഴാണ്? ആലോചിച്ച് നോക്കിയാൽ ദെയർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് ഫോൾസ് വരുന്നത് എപ്പോഴാണ്? ഒരു എക്സ് പോലും ക്യൂ ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലാത്ത വരുമ്പോഴല്ലേ ദെയർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് ഫോൾസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് പോലും ക്യൂ ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദെയർ എക്സിസ്റ്റ് നോ എക്സ് ഇൻ ഫോർ ദ ഡൊമെയിൻ ഫോർ വിച്ച് ക്യൂ ഓഫ് എക്സ് ഈസ് ഫുൾ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഫോർ ഓൾ എക്സ് ക്യൂ ഓഫ് എക്സ് ഫോൾസ് ആണ്, അല്ലേ? ഫോർ ഓൾ എക്സ് ദ ഡൊമെയിൻ ക്യൂ ഓഫ് എക്സ് ഈസ് ഫോൾസ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? നെഗേഷൻ ഓഫ് ക്യൂ ഓഫ് എക്സ് എല്ലാ എക്സുകൾക്കും ട്രൂ ആണ്. അപ്പോൾ നമുക്ക് പറയാം ഫോർ ഓൾ എക്സ് നെഗേഷൻ ക്യൂ ഓഫ് എക്സ് ട്രൂ ആണ്. അതാണ് ഒന്നും കൂടെ എഴുതി കാണിക്കാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവും.